നമുക്ക് അപ്പോഴത്തേക്കിനും വരുന്നത്. സോ പ്രിയപ്പെട്ട TVA മെമ്പേഴ്സിനോടും വിനീതമായ നമസ്കാരം. കാലങ്ങൾ കടന്നു പോകുന്നു. ഇന്ന് മറ്റൊരു ദിവസം കൂടി, മറ്റൊരു തൂവൽ പക്ഷി കൂടി നമ്മളിലേക്ക് പറന്നുയരുന്ന സമയം. നമ്മുടെ സിറ്റിയിലെ അല്ല, നമ്മുടെ ഗ്യാങ്ങിന്റെ നാഥനായ ഒരു വൺ ഓഫ് ദ നാഥനായ ചന്ദ്രൻ സാങ്കേതിക തകരാറുകൾ മൂലം ഒന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഉടനെ തിരിച്ചു വരും. അതുവരെ നമുക്ക് ക്ഷമയോടും ശാന്തതയോടും കൂടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു പിള്ളേരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. പിള്ളേരെ ഞാനോ അടുത്തതായി ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് AP പാപ്പനെ ഇടിച്ചു കൊടുക്കും. അതെ അതെ. അപ്പം ഞാൻ ഇപ്പോ ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗാങ്ങിന്റെ ലീഡറായ അരന്ത് വാസ്തു പറഞ്ഞതിൽ എന്നാണ്. ഇത് നമ്മുടെ ഗാങ് ലീഡറിന്റെ നിങ്ങളോട് പുള്ളിക്ക് നേരിട്ട് പറയാൻ ഒരു മടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത വാർഡിൽ ഏറ്റവും കൂടുതൽ പിക്കെടുക്കുന്ന ആൾക്കല്ല, ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് 5 കോടി രൂപ ഗ്യാങ് ഫണ്ടിൽ നിന്നും കുറച്ച് കൊടുക്കുമെന്ന് ആണ് വാസുവൻ പറഞ്ഞിരിക്കുന്നത്. സപ്പോർട്ടിനാണ്, കില്ലിനല്ല സപ്പോർട്ടിനാണ്. വള്ളി പിടിച്ച് സപ്പോർട്ട് ചെയ്താൽ മതിയോ? ശത്രുനാവുന്നതിനുണ്ടോ? അത് ഫ്രണ്ടിൽ കയറിപ്പോ എല്ലാവർക്കും വേണ്ടി ഇതാവുന്നേ. അത് നമ്മുടെ സ്വന്തം ഗ്യാങ് ലീഡറായ വാസുവത്തിന്റെ പറയുന്നതായിരിക്കും. അല്ല, ഏറ്റവും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്കിപ്പോ ഒരു കളി കാണുമ്പോ നമുക്ക് മനസ്സിലാവൂലേ അവൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് എന്ത് നമുക്ക് TVക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്ന ആരാണോ അവർക്ക്. അല്ലാതെ കില്ലെടുക്കുന്ന പറഞ്ഞാൽ നീയൊക്കെ കില്ലെടുക്കാൻ ഓടും. അതാണ് പ്രശ്നം. കില്ലെടുക്കാൻ ഓടും. കില്ലല്ല നമുക്ക് വേണ്ടത്. അതേപോലെ ചന്ദ്രൻ വരുന്നവരെ നമ്മുടെ ഗ്യാങ്ങിൽ ഏറ്റവും നല്ലൊരു ഗായകനും 5 കോടി രൂപ വാസുവൻ കൊടുക്കുന്നതായിരിക്കും. അതെ. ഏറ്റവും നല്ലൊരു പാട്ട് ഇവിടെ വന്ന് പാടുന്ന ഒരാൾക്ക് ഞാൻ ഒരു 5 കോടി രൂപ ഗ്രൈൻഡിങ് എമൗണ്ടിൽ നിന്ന് കുറച്ച് തരും. കോൺഫിഡന്റ് ആയിട്ട് വരണേ. കോൺഫിഡന്റ് ആയിട്ട് വന്ന് പാടിയാൽ 5 കോടി രൂപ ഗ്രൈൻഡിങ് എമൗണ്ടിൽ നിന്ന് കുറച്ച് തരാം. അത് മാത്രമല്ല, വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും ഒരു പാരിതോഷികം കിട്ടുന്നതായിരിക്കും അല്ലേ വാസുവൻ? അതെ. ഉറപ്പായിട്ട് തുടങ്ങട്ടെ. തുടങ്ങിക്കോ. ഏത് വേണം വാസുവനെ? ഞാൻ ക്ലാസിക്കൽ, ബ്രേക്ക് ഡാൻസ്, ഹിപ്പ് ഹോപ്പ് അപ്പം പാടാൻ പോവാണ്. ഒരു പറയുന്നത് എനിക്ക് നഷ്ടമൊന്നുമില്ല. അപ്പാപ്പനെന്തിനും നഷ്ടം? അപ്പാപ്പ സ്പോണിയല്ലേ? ഇവന്മാരെ കഴുത്തി പിടിച്ച് കേട്ടോ. ഏത് വേണം വാസുവനെ? ഊമ്പിക്കാൻ കുറെ ഐഡിയാസ് ഉണ്ടല്ലേ കയ്യില്. വാസുവനെ 70 കോടിക്ക് തരണ്ടേ? അതിന് 5 കോടി കുറച്ച് കുഴപ്പമുണ്ടോ? ഐഡിയ പറഞ്ഞിട്ട് നേരെ ഫ്രണ്ട് വന്ന് പാടി തുടങ്ങിയത്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഞാൻ മാറിക്കൊടുത്തിരിക്കുകയാണ്. വേറെ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊന്നും ഓപ്പോസിറ്റ് വിടാൻ പാടില്ല. മനസ്സിലായ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആർക്ക് കോച്ചിന് ഒരു TV അല്ല റേഡിയോയിൽ ഇത്രയും പേരുണ്ടായിട്ട് ഒരു പാട്ട് പാടാൻ ഗട്സ് ഉള്ള ഒരുത്തം പോലും ഇല്ലാതായി പോയല്ലോ. മന്ദാരേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ കുറെ തീട്ട പാട്ടും പഠിച്ച് നെഞ്ചത്തൊരു അണ്ടിപ്പൂച്ചയും കെട്ടി പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ഒലിപ്പിക്കുന്നോണ്ടാണ് നിനക്കൊന്നും കിട്ടാത്ത. ഇവിടെ എന്തോരം നല്ല പാട്ടുകൾ ഉണ്ടടാ ഈ നാട്ടില്. അപ്പൊ എന്തായാലും അത് ആദ്യം എഫേർട്ട് ഇട്ട് പാടിയോണ്ട് മന്ദാരത്തിന് 5 കോടി രൂപ കുറച്ച് കൊടുത്തേ. സപ്രഷൻ കാരണം കേക്കില്ലേ? നിനക്കൊരു 5 കോടി എക്സ്ട്രാ ഗ്രൈൻഡ് ചെയ്ത് തരേ ചന്ദ്ര ഈ പാട്ടിന് കേട്ടാ. എല്ലാരും 5 കോടി എക്സ്ട്രാ തരണമെന്ന് പറ.
അതുപോലെ ഇതൊരു ടെസ്റ്റ് ആയിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എല്ലാവർക്കും 5 കോടി എക്സ്ട്രാ തരണം. 75 കോടി മന്ദാരം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. ഇതൊരു ടെസ്റ്റ് കൂടി ആയിരുന്നു. ആ ടെസ്റ്റിൽ നിങ്ങളെല്ലാം ഫെയിലായി. അപ്പൊ ബാക്കി എല്ലാരും 75 കോടിയാ തരണേ ഡേറ്റില്. ഇന്നലെ എടുത്തിട്ട് പോയായിരുന്നില്ലേ ഡെസ്ട്രോ എന്ന് പറഞ്ഞിട്ട് യൂണിഫോം പോലും ഇല്ലാതെ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ സോ കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ നമ്മൾ വെടി അടിസ്ഥാനത്തിൽ മാത്രമാണ് കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ എടുത്തോണ്ടിരുന്നത്. പക്ഷെ എന്നും അത് തന്നെ എടുത്തോണ്ടിരുന്ന ശരിയാകത്തില്ലല്ലോ. അപ്പൊ നമ്മള് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു വെടിയനെ തന്നെ വീണ്ടും ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ്. സോ വി ആർ വെൽക്കമിങ് ബാക്ക് സ്റ്റീവ് അസ്രയേൽ ടു TVA as TVA Steve. വെൽക്കം ടു TVA Steve. ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് അതെ, അത് ദൈവമേ ഒന്ന് സഹായിക്കണേ. അറിയാതെ ഒരു കൈവത്ത പറ്റിയാണ്. ഓട്ടക്ലിക്കാതെ ദൈവമേ. എന്റെ അടുത്ത് എങ്ങനെ ചെയ്യൂലെന്ന് എനിക്കറിയാം. എടാ ഒന്ന് മുക്കാൻ പറയടാ. കാല് കുത്തിയത് ഊമ്പി ഇങ്ങനെയല്ല നീ ബാറ്റ് കൊടുത്തു വിട്ടു ഒറ്റ ബുദ്ധിയോ. അവന്റെ സൗണ്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. സ്റ്റീവേ മോനെ വെൽക്കം ബാക്ക് ടു TVA. താങ്ക് യു. നിന്നെ പിന്നെ കൂടുതൽ ഒന്നും രക്തമുള്ള കണ്ടു. അത് ഇവൻ നിന്നെ അടിച്ചതാണോ എനിക്കിട്ടാ കൊണ്ടത്. അത് നീ കുനിഞ്ഞു, നീ വണ്ടി ഇറങ്ങാത്ത തല താഴ്ത്തിയില്ല ഇറങ്ങിയത്. മനസ്സിലല്ലേ ഇത് നമ്മുടെ കൂട്ടത്തിൽ പുതിയതായിട്ട് വന്ന ഒരാളാണ് അപ്പാപ്പൻ. നലക്കേശയുടെ കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട്, കൊറേ നമുക്ക് പ്രദേശത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈഗോ ഒന്നും കാണിക്കില്ല പഴയ നമുക്ക്. എല്ലാവരുടെ പോയി പരിചയപ്പെടണം കേട്ടാ. എന്തോ ഈഗോ പരിചയമുണ്ട്. ഇങ്ങനെയാണ് കുത്തിരി ഉണ്ടാക്കണത് ഉള്ള കാര്യം പറയാലോ. ഇവനാണ് ചന്ദ്രനാണ് പ്രശ്നം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല അമ്മ. ഞാൻ എന്തായാലും ഇനി ഇവിടെ കൂടെ കാണും. പിന്നെ കുറച്ച് കുട്ടി കൊമ്പനാണ് ഉണ്ടല്ലോ, കളക്കാനുണ്ട് കുറച്ചുകൂടെ. വന്നപ്പോഴേ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. മാറ്റാണ് ഞാൻ വന്നേക്കുന്നത്. വന്നപ്പോഴേ പ്രശ്നം ഉണ്ടാക്കല്ലേ. കുട്ടി കൊമ്പന്മാരുണ്ട് ഇവിടെ. ഇവന് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. പ്രശ്നമില്ല, ശാന്തി സമാധാനം. എടാ നിനക്ക് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. നിന്റെ സൗണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. നിനക്ക് നിന്റെ മൈക്ക് ഇത് മാറി കിടക്കും കേട്ടാ. അവനത് ഫിക്സ് ചെയ്യാൻ ചെവിയിൽ വെക്കുന്ന സാധനം ചെറുതായിട്ടൊന്ന് അടിച്ചു പോയി, അത് ശരിയാക്കുന്നുണ്ട്. മൊബൈൽ ഡേറ്റയാണ്. ഓ അതിന്റെ മൊബൈൽ ഡേറ്റയുടെ വൈഫൈ തന്നെ ഉള്ളൂ. ഓക്കെ സെറ്റ്. അപ്പൊ നീ കേറിക്കോ. ഓക്കെയാണ്. അപ്പൊ ചന്ദ്രന്റെ ബാറ്റ് അങ്ങ് വാങ്ങിക്കുന്നത് നല്ല വാസന. അത് ഹെൽമെറ്റ് ഇട്ടോ, ഒരു വ്യത്യാസമില്ല. വാസുമന്റെ ഫേവറേറ്റ് പ്ലെയർ തിരിച്ചു വന്നതിൽ വാസുമൻ എന്താണ് വാസുമനെ പറയാനുള്ളത്? ഈ കൂടുതൽ എന്ത് പറയാനാ പാപ്പ. ഞാൻ എപ്പോഴും പറയാം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണ്. ലൈക്ക് അടിച്ചിരുന്നപ്പോ എന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു നിർത്ത്. എന്താ ഒന്നാമത്തെ പ്ലേയേഴ്സ് ഞാനെന്നല്ലേ ഒരു ഊമ്പിച്ചരം പറയല്ലേ അണ്ണാ മുഖത്ത് നോക്കിട്ട്. അന്ന് അങ്ങനെ അടിച്ചിരുന്നപ്പോ എന്താ പറഞ്ഞത്, എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ചന്ദ്രൻ എന്നാണ് പറഞ്ഞത്. ഒരുമാതിരി മാറ്റി പറയല്ലേ ഇനി അത്. എനിക്ക് ഈഗോ അടിക്കും. എനിക്കതിന് ഈഗോ ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കേൾക്കാനും വയ്യ എനിക്ക് എപ്പോഴും ഇതിങ്ങനെ. ഇപ്പൊ ഇമോഷണലാണ്. ഞാനത് ഇടാൻ പോയതാ. വാർച്ചായിട്ട് ഇടാൻ പോയതാ. ഓ വെൽക്കം ബാക്ക് ടു TVA Steve. കള്ളൻ ആർമി നിർത്തിയ പോലും ഇത് നിർത്തി നമ്മൾ ഇൻസ്റ്റാൾ വെക്കൂലേ.
ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ സത്യം പറഞ്ഞ അവൻ എല്ലാം നിർത്തി ഒരു ഗ്യാപ്പിലേക്ക് ഇരിക്കുമായിരുന്നു. അപ്പൊ വേറെ ഞാൻ പറയല്ലോ, ഓൾറെഡി അവൻ ഡയസിലായിരുന്നു കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇനി അത് അങ്ങനെ ഒരു അടിയും വഴക്കൊന്നും വേണ്ട. അവരുടെ അവിടെ അടിയും വഴക്കം ഉണ്ടാക്കിയിട്ടോ ഒന്നും അല്ല അവനോട് വന്നേ. അവൻ ഓൾറെഡി RP ഗ്യാപ്പ് എടുത്ത് കുറച്ച് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മള് ഈ പറയണത് പോലെ ഇന്നലെ ഞാൻ അവനെ പറ്റി മെൻഷൻ ചെയ്തപ്പോ അവന് കളിക്കണമെന്നൊരു ആഗ്രഹം വന്ന് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. സത്യം പറഞ്ഞ ഞാൻ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് തിരിച്ച് അവന് കളിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ ഒബ്വിയസ്ലി എനിക്കത് കൺസിഡർ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലാതെ ഡയോസ് ആയിട്ട് അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടല്ല അവൻ ഇവിടെ വന്നത്. അത് റുബലും ഇന്ന് ഓൾറെഡി അവരുടെ ഇതിനകത്ത് പറഞ്ഞതാ. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിന്റെ അപ്പുറത്തൊന്നുമില്ല. സോ വാർച്ചാറ്റ് കത്തിയെന്ന്. സ്റ്റീവ് ഈ സിറ്റിയിൽ കളിക്കുന്ന അവൻ എല്ലാവരുടെ കോണയൊക്കെ ഉണ്ടെങ്കിലും സിറ്റിയിൽ കളിക്കുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ പ്ലേയേഴ്സിനും സ്റ്റീവിനോട് ഭയങ്കര റെസ്പെക്റ്റാ. അത് അവന്റെ വായ്ത്താളതോ അവന്റെ തെറിവിളി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കൊണ്ടല്ല, അവന്റെ ഇൻ ഗെയിമിലെ സ്കിൽസിനോട് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാ കുറെ പേർക്ക്. അതിവിടെ സിറ്റിയിൽ കഴിഞ്ഞത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ഗ്യാങ് ആണെന്ന് നോക്കിയാൽ മതി. അവനോട് ആ ഒരു റെസ്പെക്ട് കുറെ പേർക്കുണ്ട്, ആ സ്കില്ലിനോടുള്ള റെസ്പെക്ട് കുറെ പേർക്കുണ്ട്. അതുകൊണ്ടാണ് നോക്ക് ഒത്തിരി പേരിടുന്നു. നോക്ക് എന്തോരം പേരാ വാട്സാപ്പിൽ ഇടുന്നു. എനിവേ അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഡെസ്ട്രോ ആണ്, സ്റ്റീവ് ആണ്. റെപ്രസെന്റിങ്. ഇനി അടിച്ചങ്ങനെ കൊന്ന സാമാനം വെട്ടി ഞാൻ കടലറിയുവേ. ഹെൽമെറ്റ് വെച്ചു, ഒരു സേഫ്റ്റി.